സംസ്ഥാനത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് വി ഡി സതീശൻ അന്ന് ഈ വാഗ്ദാനം കൊടുത്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ വാഗ്ദാനം കൊടുത്ത് തീർച്ചയായിട്ടും ജൻസിയുടെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. കാരണം ജൻസിയിൽ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള പല വിധത്തിലുള്ള അസംതൃപ്തികളുണ്ട്. ഇപ്പോൾ ജൻസി വോട്ട് വളരെ പ്രധാനമാണ്. കേരളത്തിലും ജൻസി വോട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ വോട്ട് കിട്ടണം, അതിനുവേണ്ടി തന്നെ പറഞ്ഞതാണ്. അത് പറയുന്ന സമയത്തും വി ഡി സതീശൻ അറിയാതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാം. അല്ലാതെ അതേക്കുറിച്ച് അറിയാത്ത ഒരാളാണോ 4 നൂറ്റാണ്ട് കാലം എം എൽ എ ആയിട്ടിരുന്ന വി ഡി സതീശൻ? ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാം. അതേക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. അദ്ദേഹം അഭിഭാഷകം കൂടിയാണല്ലോ, അദ്ദേഹത്തിന് അറിയാം, ആ ലോയൊക്കെ നന്നായിട്ട് അറിയാം. അത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദ്യം വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്ന് പറയുന്നു, അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ അത് നടക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ മോഡിഫിക്കേഷൻ, അത് ജെൻസി പറഞ്ഞാലും ഇനിയിപ്പോൾ ജെൻഎക്സ് പറഞ്ഞാലും അനാവശ്യമായൊരു കാര്യമാണ്. അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ വളരെ ചെറിയ കാര്യങ്ങളല്ലേ, ഒരു ലൈറ്റ് വെച്ചാൽ അപ്പോൾ എന്താ കുഴപ്പം? നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന ട്രക്കുകളിൽ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയാം? നാഷണൽ പെർമിറ്റ് ലോറികളിൽ അവർ വെച്ചിട്ടുള്ള ലൈറ്റ് എത്രയാണ്? 10ഉം 12 ലൈറ്റൊക്കെയാണ്. ഒരു സീരിയസ്ലി അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടുന്ന നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. അത്രയധികം ലേറ്റാണ് ഈ ട്രക്കുകൾ വെച്ചിട്ടുള്ളത്. ഈ അടുത്തെത്തുന്നവരെ നമുക്ക് മനസ്സിലാവില്ല എന്ത് വണ്ടിയാണിത്, ഇതെന്ത് വണ്ടിയാണോ വരുന്നത്, അതിൻ്റെ വേഗത എത്രയാണ് നമുക്ക് ഒട്ടും അസസ് ചെയ്യാൻ കഴിയില്ല. റോഡിൽ ഈ വരുന്ന വണ്ടി എന്നാണ്, അതിൻ്റെ വേഗത എത്രയാണ്, അത്രമാത്രം വെളിച്ചമാണ്. അപ്പോൾ ഈ ട്രക്കുകളിൽ ഇത് വയ്ക്കുന്ന മോഡിഫിക്കേഷനാണ്. അത് മോഡിഫിക്കേഷൻ തന്നെയാണ്. അവർക്ക് വലിയ വട്ടം വേണം. അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ വീണ്ടും വന്നു തുടങ്ങി. മുമ്പൊരു അപകടം ഉണ്ടായ സമയത്ത് ടൂറിസ്റ്റ് ബസ്സുകളിൽ വൈറ്റ് പെയിന്റ് അടിക്കുകയും അതിൽ DJ അത്ര സാധനങ്ങൾ കളയുകയും വടക്കാഞ്ചേരി അപകടം ഉണ്ടായ സമയത്ത്. ഇപ്പം നോക്ക്, ഇപ്പം പുറത്ത് സ്പീക്കറൊക്കെയാണ്. ടൂറിസ്റ്റ് ബസ്സുകളുടെ പുറത്ത് സ്പീക്കറാണ്. ഇതിലുള്ള അലങ്കാരങ്ങൾ, പള്ളിപ്പെരുന്നാളിന് മാലയിട്ടതുപോലുള്ള വൈദ്യുത അലങ്കാരങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നല്ലതല്ലേ, രസമല്ലേ? അത് റോഡിൽ ഹൈവേയിലാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാവുക. എതിരെ ഈ വണ്ടി വന്നു കഴിയുമ്പോൾ രാത്രി ഡ്രൈവ് ചെയ്യുന്നവർക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാവുകയാണ്. ഇതെന്താണ് വരുന്നതെന്ന് അറിയില്ല. ഈ വണ്ടിയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറ്റിപ്പുറത്ത് തൃശ്ശൂർക്കുള്ള റോട്ടിൽ എതിരെ നമുക്ക് ടൂറിസ്റ്റ് ബസ് വരികയാണ് ഇങ്ങനെ വൈദ്യുത അലങ്കാരങ്ങളായിട്ട്. നമുക്കറിയാം ആ റോഡിൻ്റെ വീതി ഹൈവേ പോലെയല്ല. ഈ വണ്ടി വന്നു കഴിയുമ്പോൾ ഈ വണ്ടിയുടെ പൊസിഷൻ ഏതാണ്, എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ വേഗത നമുക്ക് മനസ്സിലാവില്ല. ഇത് നമ്മളൊന്ന് ഇടിക്കുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് രാത്രി ഡ്രൈവ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ കാര്യങ്ങൾ. സാറ് പോയിട്ടുണ്ടാവും. ഈ വലിയ പ്രശ്നമാണത്. അപകടത്തിൽ നമ്മൾ വലിയ എന്താണ് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു വണ്ടി, ഒരു വാഹനം അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാകുന്നത് എന്താണ്? അതിൻ്റെ പല ആസ്പെക്റ്റ് നോക്കിയിട്ടാണല്ലോ. അതിൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, എതിരെ വരുന്ന വാഹനങ്ങൾ. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞ ഹാലോജൻ ബൾബുകളുണ്ട്, ഹാലോജൻ ഹെഡ് ലാമ്പുകൾ. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഹൈ എൻഡ് വണ്ടികൾക്കൊക്കെ ആ സൈസ് ലാമ്പുകളുണ്ട് എതിരെ വരുന്ന വണ്ടികൾക്ക്. നമ്മളെപ്പോലുള്ള കുറച്ച് മാന്യന്മാർ മാത്രമാണ് ആ ലാമ്പ് മാറ്റാത്തുള്ളൂ. ബാക്കി എല്ലാവരും ആ ഹെഡ് ലാമ്പ് മാറ്റുകയാണ്. അത് നിയമം അനുവദിക്കുന്നതാണോ? യഥാർത്ഥത്തിലല്ല. നമ്മളീ കാണുന്ന LED എന്താണ് പറയുക, ഹാലോജൻ ലാമ്പുകൾ, അത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം വരുന്ന ഹെഡ് ലാമ്പുകൾ നിയമം അനുവദിക്കുന്നതല്ല. പക്ഷെ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. എവിടെയാണ് എൻഫോഴ്സ്മെൻറ്റ്? MVD സർവേ നടത്തുന്ന നേരം റോഡിൽ ഇറങ്ങിയിട്ട് രാത്രി റോഡിൽ നിൽക്കുക MVD ഉദ്യോഗസ്ഥർ. ഈ വരുന്ന വണ്ടികളൊക്കെ നോക്കുക, ഇതൊക്കെ അനുവദനീയമാണോ, നിയമപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ കഴിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മോഡിഫിക്കേഷന് എതിർ നിൽക്കുന്നു എന്ന് കരുതി ഞാൻ ഒരു അമ്മാവനാണെന്ന് സ്ഥാപിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. റോഡിൽ സേഫ്റ്റിയാണ് പ്രധാനം, മോഡിഫിക്കേഷൻ അല്ല.